ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. കമല ഗോവിന്ദൻ്റെ അമ്മയ്ക്കായി പാട്ട് 13. ആരിഷ്യത്തിന് പറഞ്ഞതാണ് ഭ്രാന്താണെന്ന്. പക്ഷേ അത് സത്യമാണെന്നോ? അതെ, സത്യം. ഡോക്ടർ വിശ്വനാഥനിൽ നിന്നറിഞ്ഞ എല്ലാ സത്യങ്ങളും രാധിക രഘുനന്ദനോട് വിവരിച്ചു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് ഭൂമി ദേവിയുടെ അത്രയും സഹനശക്തിയോടെ ശുശ്രൂഷിക്കുകയായിരുന്നു ഞാൻ. ഒരു രക്ഷപ്പെടലിൻ്റെ വിളുമ്പിലേക്ക് കയ്യെത്തി പിടിക്കാനുള്ള വെമ്പലിലായിരുന്നു ഞാൻ. പക്ഷേ ഇന്നലെ നിങ്ങൾ വന്നതോടെ എല്ലാം കീഴ്മേൽ മറിഞ്ഞു. നിങ്ങളോട് മാത്രമല്ല, ഇപ്പോൾ പക എന്നോടും പകയാണ്. എന്തും ചെയ്യുന്ന ഒരു ഭ്രാന്തൻ ഭാവവുമായി ചുറ്റിത്തിരിയുകയാണ്. നമ്മുടെ മോനെ ഒറ്റയ്ക്ക് എങ്ങാനും മുൻപിൽ കിട്ടിയാൽ അതാണ് എൻ്റെ പേടി. രഘുനന്ദൻ്റെ മുഖത്തുമുണ്ടായി ആ ഭയം. ഞാനൊരു കാര്യം പറയട്ടെ? അത് പറയാനാണ് ഞാൻ ബാങ്കിൽ വന്നത്. രഘുനന്ദനൻ ചോദ്യഭാവത്തിൽ നോക്കി. സൂര്യനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോവോ? കുറച്ച് നാളത്തേക്ക് ഉണ്ണിയേട്ടൻ്റെ കൺവെട്ടത്ത് നിന്ന് നിങ്ങൾ രണ്ടാളും ഒന്ന് മാറി നിൽക്കണം. എന്തിന്? ഒന്നുകിൽ നിങ്ങൾ, അല്ലെങ്കിൽ സൂര്യൻ, അതുമല്ലെങ്കിൽ ഞാൻ. നമ്മൾ മൂവരെയും കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ണിയേട്ടൻ തനിയെ. 4 പേരിൽ ഒരാളുടെ മരണം ഉറപ്പാണ്. അത് പാടില്ല. പിടിച്ചു കെട്ടിയിട്ടാണെങ്കിലും ഉണ്ണിയേട്ടനെ എനിക്കൊരു ഡോക്ടറെ കാണിക്കണം, ചികിത്സ തുടങ്ങണം. പക്ഷേ അതിനു മുൻപ് ആ കൺമുമ്പിൽ നിങ്ങൾ രണ്ടാളും ഉണ്ടാകരുത്, പ്രത്യേകിച്ച് സൂര്യൻ. രാധിക കൈകൂപ്പി. ഞാൻ ഈ കാല് പിടിച്ച് പറയുകയാണ്, പോകില്ലേ എങ്ങോട്ടെങ്കിലും? സൂര്യനൊരു കൊച്ചു കുഞ്ഞല്ല വാരിയെടുത്തോട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ, രഘുനന്ദനൻ പറഞ്ഞു. പ്രായപൂർത്തിയായവനാണ്. അവനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും അതെന്തിനാണെന്ന് അവനോട് പറയേണ്ടി വരും. ഞാൻ പിന്നെ എന്തു വേണം? രാധിക നീറ്റലോടെ ചോദിച്ചു. എൻ്റെ മോനെ ഞാൻ തന്നെ കൊല്ലണോ, അതോ ഞാൻ മരിക്കണോ? എല്ലാ പ്രശ്നത്തിനും അതൊരു പരിഹാരമാകുമെങ്കിൽ ഞാൻ തന്നെ മരിച്ചേക്കാം. മുൻപോട്ട് 1 ഇഞ്ച് പോലും നീങ്ങാനാവാത്ത നിസ്സഹായതയിൽപ്പെട്ട് ഒരു കുഞ്ഞിൻ്റെ തേങ്ങൽ പോലെ തോന്നി രഘുനന്ദനന് ആ വാക്കുകൾ. സമസ്ത അപരാധങ്ങൾക്ക് മാപ്പ് ചോദിച്ച് കാല് പിടിക്കുന്നൊരു സങ്കടം. രഘുനന്ദൻ്റെ ഉള്ളിൽ എവിടെയോ നൊമ്പരമേറ്റൊരു കുഞ്ഞു കിളി കരഞ്ഞു. മുൻപിൽ നിൽക്കുന്ന രൂപത്തോടൊരു അനുകമ്പ അതറിയാതെ പൊട്ടിമുളച്ചപ്പോൾ യാചനയോടെ കൈകൂപ്പി മുൻപിൽ നിൽക്കുന്ന രൂപത്തെ ഒന്നുകൂടി നോക്കി. തകർച്ചയുടെയും തളർച്ചയുടെയും എന്തൊരു മാറ്റമാണ് മുൻപിൽ നിൽക്കുന്ന ഈ രൂപത്തിന്. എന്താ ഒന്നും മിണ്ടാത്തത്? എൻ്റെ മരണമാണോ എല്ലാറ്റിനും പരിഹാരം? രാധയ്ക്ക് തേങ്ങൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അബദ്ധങ്ങളൊന്നും പറയണ്ട. രഘുനന്ദൻ്റെ ശബ്ദത്തിലെ കനം കുറഞ്ഞു. ആശ്രയിക്കാൻ ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി എന്നോണം രാധിക അയാളെ നോക്കി. ആർക്കും മുറിവ് പറ്റരുത്, ആരും വേദനിക്കുകയരുത്. അങ്ങനെ ഒരു പരിഹാരമാണ് വേണ്ടത്. ഞാനൊന്ന് ആലോചിക്കട്ടെ, രഘുനന്ദൻ പറഞ്ഞു. എന്ന് വെച്ചാൽ? രാധയ്ക്ക് ആ മറുപടി പോരാ. നമ്മുടെ മോന് ഒരാപത്തും വരില്ല, നമുക്കും. അതിനുവേണ്ടി ചിലതൊക്കെ ചെയ്യേണ്ടി വരും, രഘുനന്ദനൻ ആലോചനയോടെ ചോദിച്ചു. ഞാൻ എപ്പോൾ വിളിച്ചാലും എൻ്റെ ഒപ്പം ഞാൻ പറയുന്നിടത്ത് വരേണ്ടി വരും, പറ്റുമോ? പിന്നെന്താ, വിളിക്കാൻ കാത്തിരിക്കുകയല്ലേ അവള്, വരാനും റെഡി. പിന്നെന്താ? പെട്ടെന്നായിരുന്നു വാതിക്കൽ നിന്ന് ആ പരിഹാസം നിറഞ്ഞ ശബ്ദം. രാധികയും രഘുനന്ദനും നടുക്കത്തോടെ തിരിഞ്ഞു. വാതിക്കൽ കൃഷ്ണനുണ്ണി, ഒപ്പം നിർമ്മല പോളും. എവിടാ റൂം എടുത്തിരിക്കുന്നേ? ഇവിടെങ്ങാനുമാണോ? അതോ ഇവിടെല്ലാം വിട്ടിട്ട് ഊട്ടിയിലോ കൊടൈക്കനാലിലോ ആണോ? അവിടെ ആകുന്നതാ സാറേ നല്ലത്, കൂടുതൽ സുഖം അവിടാ, കൃഷ്ണനുണ്ണി രഘുനന്ദനൻ്റെ മുമ്പിലേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. രഘുനന്ദനൻ നിർമ്മല പോളിൻ്റെ മുഖത്തേക്ക് നോക്കി. ഗൗരവപ്പെട്ടിരുന്നു ആ മുഖം. തൊലിയുരിയുന്ന അപമാനം തോന്നി രഘുനന്ദനന്. ഇപ്പോഴെങ്ങനെയുണ്ട് മാഡം? കൃഷ്ണനുണ്ണി നിർമ്മലയോട് ചോദിച്ചു. ഞാൻ വന്ന് പറഞ്ഞപ്പോൾ മാഡം വിശ്വസിച്ചില്ല. ഇപ്പോൾ നേരിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇതാണ് എൻ്റെ ഭാര്യയുടെ ബിസിനസ്. അവൾക്ക് എന്നെ വേണ്ട. തനിക്ക് ചുറ്റും കസേരകളുണ്ട്. ഒന്നെടുത്തി ഭ്രാന്തൻ്റെ തലയിൽ ഒറ്റയടി കൊടുത്താൽ മതി, എല്ലാം തീരും. രഘുനന്ദനൻ്റെ കൈകൾ തരിച്ചു. പക്ഷേ ഇതൊരു ഓഫീസാണ്. രഘുനന്ദനൻ വേഗം വാതിൽ കടന്നു പുറത്തേക്കിറങ്ങി. അവൻ പോയി, ഇനി നീ ഇവിടെ നിൽക്കുന്നത് എന്തിനാടി? കൃഷ്ണനുണ്ണി ചോദിച്ചു. രാധിക ശബ്ദിച്ചില്ല. കൃഷ്ണനുണ്ണി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. വാടി, പോകാം. രാധിക തറഞ്ഞു നിന്നു, പോയില്ല. രാധികേ, നിർമ്മല അപ്പോൾ ഗൗരവത്തിൽ വിളിച്ചു. ഇതൊരു ഓഫീസാണ്, ചുറ്റും വേറെയുണ്ട് ഓഫീസുകൾ. ഒരു സീനുണ്ടാക്കാതെ വേഗം പോണം. ദൈവമേ, തലയടിച്ച് മരിക്കാൻ തോന്നി രാധികയ്ക്ക്. രാധിക പുറത്തേക്കിറങ്ങി. കൃഷ്ണനുണ്ണിയുടെ ബൈക്കിൽ തന്നെ വീട്ടുമുറ്റത്തെത്തി. രാധിക ഇറങ്ങി. നീ അവൻ്റെ ഓഫീസിലോട്ട്, അവൻ നിന്റെ ഓഫീസിലോട്ട്. 2 ഓഫീസിലും നല്ല സൗകര്യം. എനിക്കറിയായിരുന്നടി അവൻ ഇന്ന് നിന്റെ അടുത്ത് വരുമെന്ന്.
അതാ ഞാൻ താഴെ തന്നെ കാത്തു നിന്നത്. എത്ര നാളായടി അവനീ വരവ് തുടങ്ങിയിട്ട്? അയാൾ ചോദിച്ചു. രാധിക അയാളെ തുറച്ചു നോക്കി. അവളുടെ മുഖവും കണ്ണുകളും ചോര പോലെ ചുവന്നിരുന്നു. ഒരക്ഷരം മറുപടി പറയാതെ അവൾ ചുണ്ടുകൂട്ടി കടിച്ചു പിടിച്ചു. കൃഷ്ണനുണ്ണിക്ക് അരിശം വന്നു. അയാൾ മുഖമുയർത്തി ചുറ്റും നോക്കി. അടുക്കള ഭാഗത്ത് പുകപ്പുരയിൽ നിന്ന് കട്ട പുക ഉയരുന്നു. റബ്ബർ ഷീറ്റ് അടുക്കി വെച്ച് രാവിലെ റബ്ബർ വെട്ടുകാരൻ കുഞ്ഞപ്പൻ തീയിട്ടതാണ്. ഒറ്റ നിമിഷം ഭ്രാന്തമായൊരു ചിന്ത. കൃഷ്ണനുണ്ണി രാധികയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. പുകപ്പുരയ്ക്ക് മുൻപിലേക്ക് വലിച്ചു കൊണ്ടുപോയി. പുകപ്പുരയുടെ വാതിൽ തുറന്ന് റബ്ബർ ഷീറ്റ് ഉണക്കാൻ തീയിട്ട മുട്ടി വിറക് കത്തിയെരിയുന്നു. ഒരു വെന്റിലേറ്റർ പോലും ഇല്ലാത്ത ഒരു മുറിക്കുള്ളിൽ ചൂടും പുകയും ചുറ്റിത്തിരിയുന്നു. കൃഷ്ണനുണ്ണിയുടെ മുഖം ചോര ചുവപ്പാർന്നു. അയാൾ ഒറ്റ തള്ളിന് രാധികയെ ആ മുറിക്കുള്ളിലേക്കിട്ടു. നിന്നെ എനിക്കിനി വേണ്ട. സ്വന്തം കവിളിൽ ഒലിച്ചിറങ്ങിയ ചോര കലർന്ന കണ്ണീർ വടിച്ചെടുത്ത് അയാൾ പറഞ്ഞു. അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വാതിൽ വലിച്ചടച്ച് ഓടാമ്പലിട്ടു. രാധിക ശബ്ദിച്ചില്ല. കണ്ണടച്ചു പിടിച്ചു. ചുണ്ടും. ഉറഞ്ഞ റബ്ബർ പാലെടുത്ത് മെഷീനിൽ അടിച്ച് ഷീറ്റാക്കണം. അതിനുവേണ്ടിയാണ് വെട്ടുകാരൻ കുഞ്ഞപ്പൻ പുകപ്പുരയ്ക്കുള്ളിലേക്ക് വന്നത്. വാരത്തിൽ നിരത്ത് വെച്ചിരിക്കുന്ന ഡിഷുകളിൽ നിന്നും ഉറഞ്ഞ പാലിന്റെ വെള്ള ചതുരക്കട്ട എടുക്കുമ്പോഴാണ് പുകപ്പുരയ്ക്കുള്ളിൽ നിന്ന് ശ്വാസം തിങ്ങുന്നൊരു ചുമ. ആരാ ചുമയ്ക്കുന്നേ? കുഞ്ഞപ്പൻ ശബ്ദമുയർത്തി ചോദിച്ചു. മറുപടിയില്ല. മുറിക്കുള്ളിൽ ആരാണ്? മറുപടി ശ്വാസം മുട്ടുന്ന ചെമ്പിച്ച ചുമ മാത്രം. കുഞ്ഞപ്പൻ ശ്രദ്ധിച്ചു. പുറത്തുനിന്ന് വാതിലിന്റെ കുറ്റിയിട്ടിരിക്കുകയാണ്. അകത്താളുണ്ട്. പക്ഷേ ഇവിടെ ആരുമില്ലെന്ന് കണ്ട് റബ്ബർ ഷീറ്റ് മോഷ്ടിക്കാൻ വല്ല കള്ളനും കയറിയതാവും. കുറ്റി വീണതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റാണ്ട് പെട്ടുപോയതാണ്. കള്ളനായതുകൊണ്ട് കുഞ്ഞപ്പന് വാതിൽ ഒറ്റയ്ക്ക് തുറക്കാൻ ഭയം. അയാൾ നേരെ തെക്കേമന പറമ്പിലേക്ക് ഓടി. അവിടെ റബ്ബർ വെട്ടുന്ന സുഗുവിനെ കൂടി കൂട്ടുവിളിച്ചു. കയ്യിൽ കിട്ടിയ വടിയുമായി സുഗു കുഞ്ഞപ്പന്റെ ഒപ്പം എത്തി. സുഗു വാതുക്കൽ ജാഗ്രതയോടെ നിന്നു. കള്ളനെ ഒറ്റയടിക്ക് വീഴ്ത്താൻ. കുഞ്ഞപ്പൻ കരുതലോടെ കുറ്റിയെടുത്തു. ആരും പുറത്തേക്ക് ചാടിയില്ല. വാതിൽ തുറന്ന് ഇരുവരും ഉള്ളിലേക്ക് കയറി. അസഹ്യമായ ചൂടും കട്ട പുകയുമാണുള്ളിൽ. അതിനിടയിൽ അവർ രൂപം കണ്ടു. ചൂടും പുകയുമേറ്റ് മൂക്കിലൂടെയും കണ്ണിലൂടെയും വെള്ളമൊഴിക്കുന്നതിനിടയിൽ കുത്തി കുത്തി ചുമച്ചുകൊണ്ട് റബ്ബർ ഷീറ്റുകൾക്ക് താഴെ മൂലയ്ക്ക് ഭയന്നരണ്ടിരിക്കുന്ന രാധികയുടെ രൂപം. അയ്യോടാ, ഈ ചേച്ചി എങ്ങനെ ഇതിനുള്ളിൽ പെട്ടു? സുഗു അമ്പരന്നു. പുറത്തോട്ടൊന്ന് ഇറങ്ങു മോളെ, ഇതിനകത്തിരുന്ന് ശ്വാസം മുട്ടി ചത്തുപോകുമല്ലോ, കുഞ്ഞപ്പനും പറഞ്ഞു. ചുമയ്ക്കുന്നതിനിടയിൽ രാധിക അവരെ ദീനമായിട്ടൊന്ന് നോക്കി. പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ അനങ്ങാൻ വയ്യ. അത്രയ്ക്ക് ശക്തിയറ്റു പോയിരുന്നു, മാനസികമായും ശാരീരികമായും. സുഗുവിനും കുഞ്ഞപ്പനും അത് മനസ്സിലായി. പുകയ്ക്കുള്ളിൽ നിന്നും അവർ തന്നെ അവളെ താങ്ങി പുറത്തേക്കിറക്കി. വാരത്തിലേക്ക് അവൾ തളർന്ന് ചാരിയിരുന്നു. വല്ലാതെ കിതച്ചു. അതിലേറെ ചുമച്ചു. ശ്വാസം മുട്ടി കണ്ണുകൾ തുറച്ചു. ഓരോ ചുമയ്ക്കൊപ്പം കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുഞ്ഞപ്പൻ കുറേ വെള്ളവുമായി വന്നു. അയാൾ തന്നെ അത് അവളുടെ മുഖത്തേക്ക് തട്ടി തട്ടി ഒഴിച്ചു. രാധയ്ക്കത് പോരായിരുന്നു. ആംഗ്യം കാട്ടി അതവൾ തലയിലൂടെ ഒഴിപ്പിച്ചു. കുഞ്ഞപ്പൻ വീണ്ടും വീണ്ടും വെള്ളവുമായി വന്നു. രാധികയുടെ ശരീരത്ത് നിന്ന് കരി ഇറങ്ങുന്നതിനോടൊപ്പം ആവി ഉയർന്നു. രാധിക മെല്ലെ കണ്ണു തുറന്നു. അസഹ്യമായ നീറ്റലും പുകച്ചിലും. പുക മഞ്ഞ് കെട്ടിയതുപോലെ കാഴ്ച മറഞ്ഞു. എന്നിട്ടും അവൾ ഇമ ചിമ്മി. എന്നാ പറ്റിയതാ ചേച്ചി? ഇമ ചിമ്മുന്നത് കണ്ട് സുഗു ചോദിച്ചു. ചേച്ചി എന്തിനാ ഈ ചൂളയ്ക്കുള്ളിൽ കയറിയത്? ആരാ പുറത്തു നിന്ന് കുറ്റിയിട്ടത്? രാധികയുടെ ഉള്ളു നടുങ്ങി. ഉണ്ണിയേട്ടനാണ് ഈ കടുങ്കൈ ചെയ്തതെന്ന് ആരെങ്കിലും കണ്ടോ? ആരും കുറ്റിയിട്ടതല്ല. ചുമച്ച് ശ്വാസം മുട്ടുന്നതിനിടയിലും നാവിൽ നിന്ന് അക്ഷരങ്ങൾ തെറിച്ചു. തനിയെ കുറ്റി വീണതാ. അല്ല, കുറച്ചു മുമ്പ് ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടല്ലോ. കുഞ്ഞപ്പന്റെ മിഴികളിൽ സംശയം നിറഞ്ഞു. രാധിക കൂടുതൽ വെപ്രാളത്തോടെ പറഞ്ഞു. ബൈക്കല്ല, ഓട്ടോറിക്ഷയാ. ഞാൻ വന്നതാ. ഷീറ്റ് എടുത്ത് വെയിലത്തിടാമെന്ന് കരുതി കയറിയതാ. കുറ്റി താനെ വീണുപോയി. ധൃതിയിൽ പറഞ്ഞിട്ട് അവരിൽ നിന്ന് മുഖം ഒളിക്കാൻ വയ്യാഞ്ഞിട്ടും രാധിക വലിഞ്ഞെഴുന്നേറ്റു. ഉണ്ണിയേട്ടന്റെ സ്വഭാവ വൈകൃതങ്ങൾ അറിയാവുന്നത് കൊണ്ടായിരിക്കും. ഇവർക്ക് ഉണ്ണിയേട്ടന് സംശയമുണ്ട്. ബൈക്കിൽ വന്നത് ഉണ്ണിയേട്ടനായിരുന്നു എന്നറിഞ്ഞാൽ തീർച്ച തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നവർ പോലീസിൽ അറിയിക്കും. 2 കാലുകളും തളർന്നിരുന്നത് കൊണ്ടാവാം വേച്ചുപോയി. തൂണിലേക്ക് ചാരി നിന്ന് അവൾ കിതച്ചു. ആശുപത്രി പോണോ മോളെ? ഒരു കാറ് പിടിച്ചോണ്ട് വരാം, കുഞ്ഞപ്പൻ അലിവോടെ പറഞ്ഞു. വേണ്ട, രാധിക പറഞ്ഞു. എനിക്കൊന്ന് കിടന്നാ മതി. വീഴാതിരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിച്ച് രാധിക മുറ്റത്തേക്കിറങ്ങി.
വീടിന് നേർക്ക് നടന്നു. വരാന്തയിലേക്ക് കയറുമ്പോൾ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. സംശയദൃഷ്ടികളോടെ അവിടെ തന്നെ നിൽക്കുകയാണ് സുഗുവും കുഞ്ഞപ്പനും. ഈശ്വര, ഇവരിതെല്ലാം ആരോടെങ്കിലും പറയുമോ? ഉണ്ണേട്ടൻ തന്നെ കൊല്ലാനായി റബ്ബർ ഷീറ്റ് ഉണക്കുന്ന ചൂളക്കിടയിൽ ഇട്ടടച്ചെന്നു. അതെ, കൊല്ലാൻ തന്നെയായിരുന്നു. രഘുനന്ദനുമായി കണ്ടുമുട്ടിയാൽ സംഭവിക്കുമെന്ന് താൻ ഭയന്നിരുന്ന ദുരന്തം അത് തൻ്റെ നേർക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നു. അവളുടെ ഉള്ള് ശക്തമായി തന്നെ അത് അംഗീകരിച്ചു. സമാധാനിച്ചതും സന്തോഷിച്ചതും ഒക്കെ വെറുതെ. ഡോക്ടർ വിശ്വനാഥൻ അന്ന് പറഞ്ഞത് സംഭവിക്കുന്നു. ഒന്നുകിൽ തന്നെ കൊല്ലും, അല്ലെങ്കിൽ ആൾ സ്വയം മരിക്കും. എൻ്റെ കടപ്പാട്ടൂരപ്പ, ഉണ്ണിയേട്ടൻ ഇത് എങ്ങോട്ടാണ് പോയത്? ഇനി എന്താണ് പ്ലാൻ? വൈകുന്നേരം തുഷാരം ഒരിക്കുമ്പോൾ ജംഗ്ഷനിൽ ഇറങ്ങി ഇടവഴിയിലേക്ക് തിരിയുമ്പോൾ പെട്ടെന്ന് അവൾ കരികിൽ വന്നു നിന്നു. പത്മിനിയുടെ മാരുതി 1000. കയറിക്കോളൂ തുമ്പി, പത്മിനി സ്നേഹത്തോടെ പറഞ്ഞു. തുഷാരം അടിക്കാതെ കയറി. തൻ്റെ വീട്ടിലേക്കുള്ള വഴിയും കടന്ന് കാർ മുന്നോട്ട് പോയപ്പോൾ തുഷാര അന്താളിപ്പോടെ നോക്കി. നമ്മൾ എവിടേക്കാ ജസ്റ്റ് പത്മേച്ചി? എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്, പത്മിനി പറഞ്ഞു. സുജിത്തേട്ടൻ്റെ കാര്യമാണോ? തുഷാര ഭയന്നു. ആളിപ്പോൾ വല്ലാത്ത ദേഷ്യത്തിലാണ്. എന്തൊക്കെയാണാവോ ആൾ പത്മേച്ചിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. പത്മിനി മീനച്ചിൽ തോടിൻ്റെ പാലം കടന്ന് കാർ നേരെ വെള്ളിയപ്പള്ളി വഴി വിട്ടു. വണ്ടി നിന്നത് മീനച്ചിലാറിൻ്റെ തീരത്ത്. അധികം ആൾപ്പാർപ്പില്ലാത്ത ഒതുങ്ങിയിടം. ആറ്റിനക്കരെ ഉയർന്നു നിൽക്കുന്ന സെന്റ് തോമസ് കോളേജ് കെട്ടിടത്തിന്റെ സമുച്ചയം. പത്മിനി ഇറങ്ങി. മീനച്ചിലാറ്റിലെ നീരൊഴുക്കിനെ തൊട്ടു വന്ന കാറ്റിൽ പത്മിനിയുടെ സാരിത്തുമ്പ് ഇളകി. ഡോർ തുറന്നിറങ്ങിയ തുഷാരയുടെ മുടിയിഴകളും സാരിത്തുമ്പ് പിടിച്ചിട്ടും അക്കരയ്ക്ക് നോക്കിയും പത്മിനി ഒരേ നിൽപ്പ് നിന്നു. എന്തോ പറയാനുണ്ടെന്ന് പത്മേച്ചി പറഞ്ഞിട്ട്? തുഷാര ചോദിച്ചു. പത്മിനി തുഷാരയ്ക്ക് അഭിമുഖമായി നിന്ന് പറഞ്ഞു. പറയാൻ വെമ്മിപ്പൊട്ടുന്ന എന്തോ ഒരു വലിയ സത്യം അവരുടെ നെഞ്ചിനുള്ളിലിരുന്ന് വെങ്ങുന്നുണ്ടെന്ന് തോന്നി തുഷാരയ്ക്ക്. സുജിത്തേട്ടൻ പത്മേച്ചിയോട് വല്ലതും? തുഷാര അറച്ചറച്ച് ചോദിച്ചു. എനിക്ക് പറയാനുള്ളത് സുജിയെക്കുറിച്ചല്ല, സൂര്യയെക്കുറിച്ചാണ്. പത്മിനി ഒരു കവിൾ ഉമിനീരിറക്കിക്കൊണ്ട് തുഷാരയുടെ നേരെ തിരിഞ്ഞു. എൻ്റെ സൂര്യയ്ക്ക് ഇഷ്ടപ്പെട്ടത് നിന്നെയാണ്. അവന് ഏറ്റവും അനുയോജ്യമായ പെണ്ണാണ് നീയെന്ന് കരുതിയിരുന്നു ഞാൻ. പക്ഷേ ചില സത്യങ്ങൾ അത് തുമ്പി അറിയാൻ വൈകരുത്. വൈകിയാൽ അപകടങ്ങൾ പലതാണ്. പത്മിനി വിഷമിച്ചു വിമ്മിട്ടപ്പെട്ട് നിർത്തി ശബ്ദം താഴ്ത്തി പറഞ്ഞു. തുഷാരയുടെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. സൂര്യയെ ഞാൻ പ്രസവിച്ചതല്ല എന്ന് പറഞ്ഞാൽ തുമ്പി വിശ്വസിക്കുമോ? കാറ്റിനിളകുന്ന മുടിയിഴകൾ മാടി വെക്കുകയായിരുന്ന തുഷാരയുടെ കൈത്തലങ്ങൾ നിശ്ചലമായി. തുമ്പി വിശ്വസിക്കണം. ഞാൻ 2 പ്രസവിച്ചുള്ളൂ, സുജിയെയും സുമിയെയും. സൂര്യേട്ടനും സുജിയേട്ടനും ഇരട്ടകളാണെന്ന് പറഞ്ഞിട്ട്? തുഷാരയുടെ നാവ് മെല്ലെ ചലിച്ചു. അത് കള്ളം. രഘുവേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ ആ മടിയിലുണ്ടായിരുന്നു 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞു സൂര്യൻ. ഞാൻ അവനെ ഏറ്റെടുത്തു. എൻ്റെ മറ്റു 2 മക്കളെക്കാൾ ഏറെ സ്നേഹിച്ചു. സത്യം, സൂര്യൻ രഘുവേട്ടൻ്റെ ആദ്യ വിവാഹത്തിലുള്ളതാണ്. അതിനിപ്പോൾ എന്താ പത്മേച്ചി? തുഷാര ചോദിച്ചു. സൂര്യേട്ടൻ്റെ അമ്മ വേറെയാണെന്നറിഞ്ഞാൽ എനിക്ക് സൂര്യേട്ടനോടുള്ള സ്നേഹം ഇല്ലാതാകുമെന്ന് കരുതിയോ? പത്മിനി അവളെ നോക്കി. സൂര്യേട്ടൻ്റെ അമ്മ മരിച്ചുപോയോ? തുഷാര വീണ്ടും ചോദിച്ചു. പത്മിനിയുടെ മനസ്സൊന്ന് വിറച്ചു. നെഞ്ച് ശക്തമായി ഒന്ന് ഉയർന്നു താഴ്ന്നു. മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു. അവരുടെ ശബ്ദം കിതപ്പിൽ നേർത്തിരുന്നു. മനസ്സിലാകാത്ത മട്ടിൽ തുഷാര നോക്കി. സൂര്യ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവർ മുൻ കാമുകന്റെ ഒപ്പം ഇറങ്ങിപ്പോയി. അവർ ഒരുമിച്ച് ഇപ്പോഴും ജീവിക്കുന്നു. അതിൽ അവർക്കൊരു മകളുണ്ട്. പത്മിനിയുടെ സാരിത്തുമ്പ് വീണ്ടും കാറ്റിൽ പറന്നു. ഒട്ടും ചൂടില്ലാഞ്ഞിട്ടും വിയർത്ത മുഖം പത്മിനി ആ സാരിത്തുമ്പ് വലിച്ചു നീട്ടി തുടച്ചു. എന്നിട്ട് തുഷാരയുടെ കൈകൾ പിടിച്ചെടുത്തു. അവളുടെ നീണ്ട മിഴികളിലെ അന്താളിപ്പിലേക്ക് കാരുണ്യത്തോടെ നോക്കി. എന്നിട്ട് മന്ത്രിക്കുന്നത് പോലെ പറഞ്ഞു, ആ മകൾ നീയാണെന്നും നിന്റെ അമ്മ തന്നെയാണ് ആ സ്ത്രീയെന്നും നിന്റെ അച്ഛനാണ് ആ കാമുകനെന്നും ഞാൻ പറഞ്ഞാൽ? പത്മിനി നിർത്തി. തുഷാരയുടെ മിഴികൾക്ക് വൃത്തം കൂടിക്കൂടി വന്നു. നിന്റെ അമ്മ 1.5 വർഷം സൂര്യന്റെ അച്ഛന്റെ ഭാര്യയായിരുന്നു. സൂര്യനെ പ്രസവിച്ച അതേ സ്ത്രീ തന്നെയാണ് നിന്നെയും പ്രസവിച്ചത്. നീ ആ സത്യം അറിയണം, ഉൾക്കൊള്ളണം. നിശ്ചലം നിന്ന് തുഷാര അപ്പോഴും ശബ്ദമില്ലാതെ ബഹളമില്ലാതെ പത്മിനി എന്താണ് പറഞ്ഞതെന്ന് ആഴത്തിൽ ചിന്തിക്കുന്നത് പോലെ. ഒടുവിൽ അവളുടെ നാവ് ചലിച്ചു. എൻ്റെ അമ്മയെക്കുറിച്ചാണോ? പത്മേച്ചിക്ക് ആള് തെറ്റിയിട്ടില്ലല്ലോ? ഇല്ല, ഈ സത്യം നിന്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം, എൻ്റെ വീട്ടിലുള്ളവർക്കും അറിയാം, സൂര്യ ഒഴിച്ച്. അവനോട് മാത്രം ഇത് പറയാൻ വയ്യ, ആർക്കും വയ്യ, ഭയന്നിട്ട്. തുഷാരയുടെ തലച്ചോറ് ചില ചിത്രങ്ങൾ തെളിഞ്ഞു. എപ്പോഴും അമ്മയെ സംശയിച്ച് ഉപദ്രവിക്കുന്ന അച്ഛൻ. എന്തിനാമ്മേ
ഇങ്ങനെ അടിമയെ പോലെ ഇത്രയും സഹിക്കുന്നത്? പലപ്പോഴും താൻ ചോദിച്ചു. ഈ അമ്മ ഒരിക്കൽ ചെയ്ത മഹാഭാവത്തിന്റെ ശിക്ഷയാ മോളെ. ചെയ്ത തെറ്റുവെച്ച് നോക്കുമ്പോൾ ഇത്രയൊന്നും പോരാ മോളെ ശിക്ഷ. എന്താണ് അമ്മ ചെയ്ത തെറ്റ് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഏതാണ്ട് ഊഹിച്ചു. പെറ്റു വളർത്തിയ അമ്മയെ അച്ഛനെ ധിക്കരിച്ച് അച്ഛൻ്റെ ഒപ്പം പോന്നു. അതൊരു തെറ്റാണോ? ഇത്ര വലിയ ശിക്ഷയേൽക്കാൻ മാത്രം സംശയിച്ചിട്ടുണ്ട്. പക്ഷേ തുഷാര പത്മിനിയുടെ മുഖത്തേക്ക് നോക്കി. ഹൃദയം നാലായി പിളർന്നടരുന്ന വേദന. അവൾ ഉള്ളിൽ തന്നെ അടക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ചോദിച്ചു, അപ്പോൾ സൂര്യേട്ടൻ എൻ്റെ? അതെ, അവൻ നിന്റെ സഹോദരനാണ് മോളെ. തുഷാര കണ്ണുകൾ അടച്ചു പിടിച്ചു. ഇറുകെ പത്മിനി അമ്പരപ്പോടെ കണ്ടു. താൻ ഭയന്നതുപോലെ അലറി നിലവിളിക്കുന്നില്ല. ബോധം കെട്ട് വീണില്ല. ഉള്ളു പിടിച്ചടക്കുന്ന മുഖത്ത് ശാന്തത. മെഴികൾ തുളുമ്പി കണ്ണീർ മാത്രം ഒഴുകുന്നു. ആ നനവ് മുഖത്താകെ പടരുന്നു. നിങ്ങൾ തമ്മിൽ ഇതുവരെ ഉള്ളത് അരുതാത്ത ബന്ധമാണ്. സത്യം സൂര്യ അറിയിക്കാനാവാത്തതുകൊണ്ട് അതിവേദനയോടെയാണ് ഞാൻ നിന്നോട് പറയുന്നത്. എൻ്റെ മോനെ രക്ഷിക്കാൻ ഇനി നിനക്കേ കഴിയൂ. അതെങ്ങനെ വേണമെന്നോ പറയാനോ വഴി ചൂണ്ടിക്കാട്ടാനോ എനിക്കറിയില്ല. പത്മിനി അവളുടെ കൈത്തലം പിടിച്ചൊന്നമർത്തി. തൻ്റെ ഹൃദയ നൊമ്പരവും സങ്കടവും അറിയിക്കാൻ എന്നതുപോലെ. തുഷാര അവരുടെ കൈത്തലം പിടിച്ചെടുത്തു. തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നപ്പെട്ട് പത്മിനിയുടെ മിഴികളിലേക്ക് നോക്കി നിന്നു. പത്മിനിയിൽ ഒരമ്മയെ കാണുന്നത് പോലെ. പത്മിനി തെല്ലമ്പരപ്പിൽ അവളെയും ശ്രദ്ധിച്ചു. കണ്ണീർ നിന്നിരിക്കുന്നു. ഇപ്പോൾ കണ്ണുകളിൽ അമിത നൊമ്പരമായി നനവ് മാത്രം. നെഞ്ചു നീർന്ന ഹൃദയവേദന അവൾ ഉള്ളിൽ അടക്കുകയാണെന്ന് പത്മിനി കണ്ടു. തുഷാര പത്മിനിയുടെ കൈ വിട്ടു. ഒറ്റ അക്ഷരം പോലും പറഞ്ഞില്ല. തോളിൽ അപ്പോഴും കിടന്നിരുന്ന കോളേജ് ബാഗ് ചേർത്ത് പിടിച്ചുകൊണ്ട് വേഗം നടന്നു. തുമ്പി നിൽക്ക്. പത്മിനി പിന്നാലെ ചെന്നു. ഞാൻ കാറി വീട്ടിലെത്തിക്കാം. പത്മിനി അവളെ ചേർത്ത് പിടിച്ചു. തുഷാര നിന്നു. മിഴികൾ തുറന്നു നോക്കി. വിടു എന്ന യാചന. പത്മിനി കൈവിട്ടു. തുഷാര നടന്നു. വേഗം. തുഷാര വീട്ടുമുറ്റത്തെത്തുമ്പോൾ കണ്ടു. ഉമ്മറത്തോടെ വിരണ്ട മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കൃഷ്ണനുണ്ണി. അടുപ്പിൽ തിരികെയിട്ട് വലിച്ചെടുത്ത ചേമ്പിൻ തണ്ട് പോലെ തളർന്നു ചുരുങ്ങി രാധിക അകത്തെപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്യമില്ലാതെ എവിടെയൊക്കെയോ ചുറ്റി തിരിഞ്ഞിട്ട് വന്നതാണ് അയാൾ. തുഷാരയെ വീട്ടുമുറ്റത്ത് കണ്ടതും കൃഷ്ണനുണ്ണി നിന്നു. ആ മുഖം കൂടുതൽ ചുവന്നു. നീ എന്താ ഇത്ര വൈകിയേ? തുഷാര നിന്നു. അച്ഛനെ അവൾ തുറിച്ചു നോക്കി. അപരിചിതത്വം നിറഞ്ഞ ഒരു മുഖം. മുഖത്ത് വല്ലാത്ത രോഷം. കൃഷ്ണമണികൾക്ക് വല്ലാത്തൊരു തിളക്കം. ആരുടെ കൂടെ പോയതാടി നീ? അരിശത്തോടെ കൃഷ്ണനുണ്ണി മുഖമുയർത്തി മകളെ നോക്കി. അച്ഛൻ അമ്മയോട് ചോദിക്കാറുള്ള പതിവ് ചോദ്യം. തുഷാര കൈത്തണ്ട തിരിച്ച് സമയം നോക്കി. 5:30. 5-ന് താൻ എന്നും എത്തുന്നതാണ്. അരമണിക്കൂർ വൈകിയിരിക്കുന്നു. പത്മിയച്ചിയോടൊപ്പമായിരുന്നു 1/2 മണിക്കൂർ സമയം. ചോദിച്ചത് കേട്ടില്ലേടി? നീ എന്താ വൈകിയെന്ന്? കൃഷ്ണനുണ്ണിയുടെ മിഴികളിൽ പെട്ടെന്ന് ചുവപ്പ് കലർന്നു. സങ്കടം അത്രേ ഉള്ളിലടുക്കുന്നത് പോലെ തുഷാര ഒന്ന് ചിരിച്ചു. ചിരിച്ചുകൊണ്ടായിരുന്നു അവളുടെ ചോദ്യം. മറ്റൊരു കുഞ്ഞിൻ്റെയും അതിൻ്റെ അച്ഛൻ്റെയും ശാപം ഏറ്റുവാങ്ങിക്കൊണ്ടാണോ അച്ഛൻ അമ്മയെ സ്വന്തമാക്കിയതും വിവാഹം കഴിച്ചതും? കൃഷ്ണനുണ്ണി പെട്ടെന്ന് ഒരു പെരുമ്പറയ്ക്കുള്ളിലേക്ക് എടുത്തെറിയപ്പെട്ടതുപോലെ ചുരുണ്ടു വീണു. ആഞ്ഞടിക്കുന്നത്രയും തൻ്റെ നെറുകയിലാണെന്ന് തോന്നി അയാൾക്ക്. ഭീകരമായ ശബ്ദം മാത്രം. തുഷാര വാതുക്കലേക്ക് നോക്കി. അതേ നടുക്കത്തിൽ വാതിൽ പാളിയിൽ ചാരിവെച്ച ശില പോലെ നിൽക്കുന്നു രാധിക, തൻ്റെ അമ്മ. ക്രമേണ ആ ശില ചാഞ്ഞു താഴേക്കിരുന്നു. തുഷാര രണ്ടുപേരെ ശ്രദ്ധിച്ചില്ല. അവരെ മറികടന്ന് തൻ്റെ റൂമിലേക്ക് കയറി. വാതിൽ വലിച്ചടച്ചു. പിന്നെ തോളിൽ കിടന്നിരുന്ന ബാഗ് ഒരു ഭാരം പോലെ താഴേക്കെറിഞ്ഞു. ഒടുവിൽ ബെഡിലേക്ക് അവൾ വീണു. ചങ്കു പറയുന്ന വേദന കണ്ണീരായി കുതിച്ചൊഴുകി. സ്വന്തം കൂടപ്പിറപ്പിനെ കാമുകനാക്കി തൻ്റെ അമ്മ കാരണം, അച്ഛൻ കാരണം അവരെ രണ്ടാളെയും വല്ലാതെ വെറുക്കാനാണ് അവൾ കൊതിച്ചത്. വാതിൽ തുറക്കാനോ അവരെ രണ്ടാളെയും കാണാനോ പോലും അവൾ അറച്ചു. പിറ്റേന്ന് രാവിലെ രാധിക ഉണർന്നു നോക്കുമ്പോൾ തുഷാരയുടെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. വീടിൻ്റെ മുൻവാതിലും. മോളെ, രാധിക വിളിച്ചു. മറുപടിയില്ല. രാധികയുടെ തളർച്ച അത്രയും നോടിയിടയിൽ ആവിയായി. എൻ്റെ പൊന്നുമോളെ, രാധിക വിളിച്ചു. വിളിയുടെ പ്രതിധ്വനി മാത്രം. വീടിനുള്ളിലോ പരിസരത്തോ എങ്ങും തുഷാരയെ ഉണ്ടായിരുന്നില്ല. ആ നടുക്കം. രാധിക ബോധമറ്റ് കൃഷ്ണനുണ്ണിയുടെ മടിയിലേക്ക് വീണു. ദൂരെ കല്ലുങ്കൽ തറവാടിൻ്റെ കൂറ്റൻ ഗേറ്റും വളപ്പും കഴിഞ്ഞു ടൈൽ പാകിയ മുറ്റത്ത് തുഷാർ നിന്നു. പഴയ കൊട്ടാരത്തിൻ്റെ പ്രൗഢിയുള്ള തറവാട്. തേക്കിൻ്റെ ഉരുളൻ തൂണും ചിത്രപ്പണികളുമുള്ള ഭിത്തികൾ. പോളിഷിൻ്റെ കണ്ണാടി തിളക്കത്തിൽ മുഖം ശ്രദ്ധിക്കുമ്പോൾ കേട്ടു
പ്രൗഢിയുള്ള കനമേറിയ ശബ്ദം. ആരാ? തുഷാര മുഖമുയർത്തി. മുടിയിലും മീശയിലും നര കയറിയ ഒരു 70കാരൻ. കുടവയറിനു മീതെ ചുറ്റിയെടുത്ത കസവും മുണ്ടിനും മുഖത്തിനും ഒരു രാജപ്രൗഢി. കല്ലുങ്കൽ രാജമോഹൻ തമ്പി, തൻ്റെ അമ്മയുടെ അച്ഛൻ. ഞാൻ തുഷാര. മിടയിറക്കി ശബ്ദം എടുത്ത് തുഷാര പറഞ്ഞു. തുഷാര? കനമുള്ള ശബ്ദത്തിൽ നിറഞ്ഞു നിന്ന സംശയം. അതെ, ഇവിടുത്തെ രാധികയുടെ മകളാണ് ഞാൻ. തുഷാര ധൈര്യം സംഭരിച്ചു വീണ്ടും പറഞ്ഞു. രാജ്മോഹൻ തമ്പിയുടെ കണ്ണുകൾ ജ്വലിച്ചു. അതിൽ 2 സൂര്യൻ എരിഞ്ഞു. അടിവെച്ച് അയാൾ തുഷാരയ്ക്ക് മുമ്പിൽ വന്നു നിന്നു. കണ്ണുകൾ വിങ്ങി, മുഖത്ത് വല്ലാത്തൊരു ചുവപ്പ് തിങ്ങി. മുൻപിൽ നിൽക്കുന്ന രൂപത്തെ അയാൾ തുറിച്ചു നോക്കി. എന്തിനാടി നീ ഇപ്പോൾ വന്നത്? ഉറച്ച സ്വരത്തിലായിരുന്നു ചോദ്യം. ചോദ്യത്തോടൊപ്പം വലത് കൈയിലേക്ക് സർവ്വശക്തിയും സംഭരിച്ചിട്ടെന്നവണ്ണം ഓങ്ങി ഒറ്റയടി. ശബ്ദം പോലും ഉയർത്താനാവാതെ തുഷാര കറങ്ങി താഴെ വീണു. ഒരു നിമിഷം താഴെ വീണ് കിടക്കുന്ന തുഷാരെ കണ്ണിമയ്ക്കാതെ അയാൾ നോക്കി നിന്നു. പിന്നെ അവള അടിച്ച കൈയിലേക്ക് നോക്കി. അയാളുടെ മിഴികൾ തുളുമ്പി. മുത്തച്ഛൻ്റെ പൊന്നുമോളെ. താഴേക്കിരുന്നയാൾ തുഷാരെ 2 കൈകൊണ്ടും ഒരു നിധി കിട്ടിയ ദുരാഗ്രഹിയുടെ ആഹ്ലാദത്തോടെ കോരിയെടുത്തു. സുധീന്ദ്ര, എടാ സുധി! തുഷാരെ ഇറുകെ പിടിച്ചുകൊണ്ട് രാജ്മോഹൻ തമ്പി ആഹ്ലാദ തള്ളിച്ചയോടെ ഉറക്കെ വിളിച്ചു. ഒന്നിങ്ങ് വന്നേടാ, ഇതാരാ വന്നേന്ന് നോക്കടാ. ആരാച്ചാ? ചോദ്യത്തോടൊപ്പം 50-ൽ താഴെ പ്രായമുള്ള ഒരാൾ പൂമുഖത്തേക്ക് വന്നു. തുഷാര രാജ്മോഹൻ തമ്പിയുടെ കൈ ചുറ്റി വിടുവിച്ച് തെല്ലു മാറി നിന്നു. വന്നയാളെ ശ്രദ്ധിച്ചു. 50-ൽ താഴെ പ്രായം, നന്നേ വെളുത്ത് ഭംഗിയുള്ള വട്ടമുഖം, മൂക്കും വിടർന്ന മിഴികളും ചുണ്ടുകളും. തൻ്റെ അമ്മയുടെ അതേ ചായ. കുടവയറിന്മേൽ ചുറ്റിയെടുത്ത വെള്ളമുണ്ടിന് പോലും എടുത്തു കാട്ടുന്ന ഒരു പ്രൗഢി. അമ്മയുടെ ഏക സഹോദരനാണിത്, സുധീന്ദ്രൻ തമ്പി, തൻ്റെ അമ്മാവൻ. മനസ്സിലായില്ലേടാ സുധി നിനക്ക്? സുധീന്ദ്രൻ തുഷാരെ സംശയത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ രാജ്മോഹൻ തമ്പി ആഹ്ലാദത്തോടെ വീണ്ടും പറഞ്ഞു. ഇത് തുഷാരമോളാടാ, രാധയുടെ കുഞ്ഞ്. രാധയുടെ കുഞ്ഞോ? സുധീന്ദ്രൻ ചുറ്റും നോക്കി. പിന്നെ ഗേറ്റിങ്കിലേക്ക് നോക്കി. എന്നിട്ട് അവളെവിടെ? അയാൾ ചോദിച്ചു. അതെ, അവളെവിടെ? കണ്ടില്ലല്ലോ. രാജ്മോഹൻ തമ്പി അപ്പോഴാണ് അത് ഓർത്തത്. അയാൾ ആർത്തിയോടെ ചുറ്റും നോക്കി. കൊച്ചുമകളെ പെട്ടെന്ന് മുൻപിൽ കണ്ടപ്പോൾ മകളുടെ കാര്യം അയാൾ വിട്ടുപോയി. എവിടെ മോളെ നിന്റെ അമ്മ? ഗേറ്റിങ്കൽ നിൽക്കുക ഒളിച്ച്. രാജ്മോഹൻ തമ്പി തുഷാരയുടെ തോളിൽ മെല്ലെ കൈയമർത്തി. സ്നേഹാധിക്യം കൊണ്ട് ആ കരത്തലം വിറയ്ക്കുന്നത് അവൾ അറിഞ്ഞു. അമ്മയെക്കുറിച്ച് ചോദിച്ചതോടെ തുഷാരയുടെ മുഖം പെട്ടെന്ന് വാടി. മിഴികൾ തുളുമ്പി. എന്താ, അവൾ വന്നില്ലേ? സുധീന്ദ്രൻ തമ്പി ചോദിച്ചു. ഇല്ലെന്ന് തുഷാര തലയാട്ടി. പിന്നെ നീ തനിച്ചാ വന്നത്? അതെ എന്ന തലയാട്ടൽ തന്നെ. എന്തിന്? സുധീന്ദ്രൻ തമ്പിയുടെ സ്വരം തെല്ലുയർന്നു. എടാ! രാജ്മോഹൻ തമ്പി ശാസനയോടെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു. എന്താടാ നീ ചോദിച്ചത്? എന്തിനാ വന്നേന്നോ? അയാളുടെ സ്വരവും വിറയാർന്നു. എൻ്റെ കുഞ്ഞേ! അയാൾ തുഷാരെ ചേർത്ത് പിടിച്ചു വിതുമ്പി. ഇവൾ വരുന്നതും കാത്തല്ലേടാ നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ. സുധീന്ദ്രൻ്റെ മുഖത്തും നിഴൽ വീണു. സഹിക്കാനാവാത്തൊരോർമ്മ അയാളെ കശക്കി ഞെരിക്കുന്ന വേദനയുണ്ടായി മിഴികളിൽ. അയാൾ തുഷാരയുടെ അരികിലേക്ക് വന്നു. സ്നേഹം വിരൽത്തുമ്പിൽ ചാലിച്ചതുപോലെ അവളുടെ 2 കവിളിലും കൈപ്പത്തി ചേർത്ത് പിടിച്ചു. അമ്മാവൻ സങ്കടം കൊണ്ട് ചോദിച്ചു പോയതാ കുഞ്ഞേ. തുഷാരയ്ക്ക് അവരുടെ 2 ആളിൻ്റെയും കണ്ണീരും സങ്കടവും ഇടറുന്ന സ്വരവും നെഞ്ചിൽ തട്ടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കയ്യിലെന്തോ തടഞ്ഞതുപോലെ വലതുകരം അവളുടെ ഇടത് കവിളിൽ നിന്ന് വലിച്ചെടുത്തിട്ട് സംശയത്തോടെ ചോദിച്ചു. എന്താ മോളെ, നിന്റെ കവിളി വിരൽപ്പാട് പോലെ? ആരാ നിന്നെ തല്ലിയത്? തുഷാര തിരിഞ്ഞ് രാജ്മോഹൻ തമ്പിയെ നോക്കി. അയാളുടെ മുഖത്ത് പരിങ്ങലായി. സുധി, അത് ഞാനാ തല്ലിയത്. അച്ഛനോ? സുധീന്ദ്രൻ അമ്പരപ്പോണ്ട് കണ്ണുമിഴിഞ്ഞു. എന്തിന്? എൻ്റെ സങ്കടം കൊണ്ട്. സങ്കടം കൊണ്ട് തല്ലുകയോ? എത്ര നാളായടാ നമ്മൾ ഇവൾക്കായി മാത്രം കാത്തിരിക്കുന്നു. എന്നിട്ട് ഇവള് വന്നോ? പെട്ടെന്ന് മുമ്പിൽ കണ്ടപ്പോൾ സങ്കടവും ദേഷ്യവും സന്തോഷവും ഒക്കെ ഒരുമിച്ച് വന്നപ്പോൾ എന്താ ചെയ്യേണ്ടെന്ന് പിടികിട്ടിയില്ല. അപ്പോ ഒന്ന് കൊടുത്തു അല്ലേ? അച്ഛനാള് കൊള്ളാലോ, സുധീന്ദ്രൻ ശാസിച്ചു. രാജ്മോഹൻ തമ്പിക്ക് തെറ്റ് ചെയ്ത കുട്ടിയുടെ മുഖം. എൻ്റെ കുട്ടിക്ക് വേദനിച്ചോ? സാരമില്ല കേട്ടോ. സുധീന്ദ്രൻ തമ്പി തുഷാരയുടെ കവിളിൽ തലോടി. വിരൽത്തുമ്പിലൂടെ സ്നേഹത്തിൻ്റെ നീരൊഴുക്ക്
കവളിൽ അതിൻ്റെ കുളിർമ. തുഷാര രണ്ടാളെ മാറി മാറി നോക്കി. തനിക്കായി കാത്തിരിക്കുന്ന മുത്തച്ഛൻ, തനിക്കായി കാത്തിരുന്ന അമ്മാവൻ. ഈശ്വര, ഇവരെ താൻ എത്ര വെറുത്തു, ഭയന്നു. എന്തായിരുന്നു ഇവരെക്കുറിച്ച് തനിക്ക് കിട്ടിയിരുന്ന ചിത്രം? അച്ഛൻ അമ്മയെ സ്നേഹിച്ചു. അച്ഛൻ പാവപ്പെട്ടവനായതുകൊണ്ട് പ്രതാപിയായ കല്ലുങ്കൽ തറവാട്ടിലെ രാജ്മോഹൻ തമ്പിയും മകൻ സുധീന്ദ്രൻ തമ്പിയും രണ്ടാളെയും വെറുത്തു. എന്നെങ്കിലും കല്ലുങ്കൽ തറവാടിൻ മുറ്റത്ത് രണ്ടാളും കയറി ചെന്ന് കൊന്നു കുഴിച്ചു മൂടും. അതുകൊണ്ട് ഇറങ്ങിപ്പോന്നതിൽ പിന്നെ ഒരിക്കലും അമ്മ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല, നാട്ടിലേക്കും മടങ്ങി വന്നിട്ടില്ല. അച്ഛനെയും അമ്മയും വേണ്ടാത്ത ഈ തറവാടിനെ താനും വെറുത്തു. തുഷാര മുൻപിൽ നിൽക്കുന്ന രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നേ? വാ, നമുക്കകത്തേക്ക് പോകാം, രാജ്മോഹൻ തമ്പി വാത്സല്യത്തോടെ പറഞ്ഞു. തുഷാര പൂമുഖ വാതുക്കലേക്ക് നോക്കി. തുറന്നു കിടക്കുന്നു. ഈ രണ്ടാളുമല്ലാതെ അതുവഴി ആരും കടന്നു വരുന്നില്ല. മുത്തശ്ശൻ, അമ്മായി, അമ്മാവന്റെ മക്കൾ, ആരും. വാ മോളെ. സുധീന്ദ്രൻ അവളുടെ തോളിൽ പിടിച്ച് മുൻപോട്ട് നീങ്ങി. തുഷാര നീങ്ങിയില്ല, ബലം പിടിച്ചു നിന്നു. എന്താ മോളെ, ഞാൻ അകത്തേക്ക് വരുന്നില്ല. അതെന്താ? ഇത് നിന്റെ വീടാ കുഞ്ഞേ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്ഥാനമില്ലാത്ത വീട് എനിക്കും വേണ്ട, തുഷാര കടുപ്പിച്ചു പറഞ്ഞു. ആര് പറഞ്ഞു നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇവിടെ സ്ഥാനമില്ലെന്നും? സുധീന്ദ്രൻ തമ്പിയുടെ ശബ്ദം പെട്ടെന്ന് കനത്തു. വാ, കാട്ടിത്തരാം നിന്നെ. അയാൾ അവളുടെ കുപ്പിവളയിട്ട് മെലിഞ്ഞു നീണ്ട കയ്യിൽ കടന്നു പിടിച്ചു. ബലമായി അകത്തേക്ക് നടത്തി. അകത്തളത്തിലെ അറയ്ക്ക് മുൻപിൽ അവളെ നിർത്തി. മണിച്ചിത്ര താഴിട്ട് പൂട്ടിയ തേക്കിന്റെ ചിത്രപ്പണികളുള്ള വാതിൽ സുധീന്ദ്രൻ തമ്പി തുറന്നു. തുഷാരയും കൊണ്ട് അതിനുള്ളിലേക്ക് കയറി. അതിനുള്ളിൽ നിന്ന് ആനക്കൊമ്പിന്റെ ചിത്രപ്പണികളുള്ള ഒരാഭരണപ്പെട്ടി എടുത്തു. വില കൂടിയ കല്ലുകൾ പതിച്ചതും അല്ലാത്തതുമായ ആഭരണങ്ങളായിരുന്നു അത് നിറയെ. കണ്ടോ, 500ഓളം പവനുണ്ട്. നിന്റെ മുത്തശ്ശിയുടെ അമ്മായിയുടെ വകയാ. ഇത് ഈ അറയ്ക്കുള്ളിലിരിക്കുന്നത് നിന്നെ കാത്താ മോളെ. രാജ്മോഹൻ തമ്പി ആ ആഭരണങ്ങളിൽ കുറേ വാരി തുഷാരയുടെ ഉള്ളം കയ്യിലേക്ക് വച്ചു കൊടുത്തു. തുഷാര അതിൻ്റെ പളപളപ്പിലേക്ക് നോക്കി. അത്രയും സ്വർണ്ണാഭരണങ്ങൾ അവളുടെ കയ്യിൽ ആദ്യമായി കിട്ടുകയാണ്. ഒന്നു നോക്കിയിട്ട് അതവൾ തിരികെ പെട്ടിയിലേക്ക് ഇട്ടു. എന്നിട്ട് അറവാതുക്കലേക്ക് നോക്കി മെല്ലെ ചോദിച്ചു, എവിടെ അവർ? മുത്തശ്ശി അമ്മായി ഇതുവരെ കണ്ടില്ലല്ലോ. പൊടുന്നനെ രാജ്മോഹൻ തമ്പിക്ക് സങ്കടം ഇരമ്പി. നീ അവരെ കണ്ടില്ല, പക്ഷേ അവർ നിന്നെ കാണുന്നുണ്ട് മോളെ, ഒരുപാട് സന്തോഷിക്കുന്നുമുണ്ട്. തുഷാരയുടെ നീണ്ട മിഴികൾ കുറുകി. രാജ്മോഹൻ തമ്പി മുകളിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ ഇരുന്നാണെന്ന് മാത്രം ഒരു വിങ്ങിപ്പൊട്ടൽ. നെഞ്ചിൽ നിന്ന് കുതിച്ചു പൊങ്ങിയ തേങ്ങൽ ഒതുക്കാൻ സുധീന്ദ്രൻ തമ്പി അറയുടെ ഭിത്തിയിലേക്ക് മുഖം ചേർത്ത് വെച്ച് തിരിഞ്ഞു നിന്നു. രാജ്മോഹൻ തമ്പി തുഷാരയും കൊണ്ട് അറയിൽ നിന്ന് പുറത്തിറങ്ങി. നിന്റെ മുത്തശ്ശി ഭാരതിയും സുധീന്ദ്രന്റെ ഭാര്യ നന്ദിനിയും അവൻ്റെ 2 മക്കളും ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് ഒരു ടൂറ് പോയി. തിരികെ വന്നപ്പോൾ ആ 4 പേരും ശവങ്ങളായി. നെഞ്ചു തുരുമിക്കൊണ്ട് അയാൾ തുടർന്നു. ഒരു ആക്സിഡന്റ്. കാറിൻ്റെ പിന്നിലേക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് ഇടിച്ചു കയറി. മുൻ സീറ്റിലായിരുന്നു ഞങ്ങൾ 2 ആളും. ഞങ്ങൾ ചത്തില്ല, പക്ഷേ ശരിക്കും അന്നേ ചത്തു. ചത്തതുപോലെ ഇന്നും ജീവിക്കുന്നു. മിഴികൾ തുളുമ്പി ഒഴുകി നനയുന്ന അയാളുടെ നരകലർന്ന മീശയിലേക്ക് തുഷാര നോക്കി. അപകടവും മരണങ്ങളും അന്ന് വലിയ വാർത്തയായിരുന്നു. പത്രങ്ങളിൽ ഫോട്ടോയും ഉണ്ടായിരുന്നു. പെറ്റ തള്ളയുടെ ശവത്തിൽ വീണൊന്ന് പൊട്ടിക്കരയാനും വായ്ക്കരി ഇടാനും കൊതിച്ച് നിന്റെ അമ്മ അന്ന് നെഞ്ചിൽ തല്ലിക്കരഞ്ഞു. പക്ഷേ നിന്റെ അച്ഛൻ വിട്ടില്ല. നിന്റെ അമ്മ വായ്ക്കരി ഇടാൻ എത്തിയതുമില്ല. തുഷാര സ്തംഭിച്ചു നിന്നു. അങ്ങനെ ഒരു സംഭവം താൻ ഓർക്കുന്നില്ലല്ലോ. നീ ഓർക്കുന്നുണ്ടാവില്ല കുഞ്ഞെ. നെഞ്ചിൽ കെട്ടിയ കണ്ണീര് കുടിച്ചിറക്കിക്കൊണ്ട് സുധീന്ദ്രൻ തമ്പി പറഞ്ഞു. എൻ്റെ ഗീതവും രേവും നന്ദിനിയും അമ്മയും പോയത് 10 വർഷം മുമ്പാ. ഈ വീട് അതോടെ ഇല പൊഴിഞ്ഞ മരമായി. ഇലയില്ല, പൂവില്ല, കാറ്റുപോലും ഇതുവഴി വീശുന്നില്ല. ഞാനും അച്ഛനും മാത്രം ശവങ്ങൾക്ക് തുല്യം ഇതിനുള്ളിൽ. ഞങ്ങൾ നിന്റെ അച്ഛനെ അമ്മയെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ വന്നതാണ് നിങ്ങളുടെ വീട്ടിൽ. അനാഥരായിപ്പോയ ഞങ്ങൾക്ക് ശരിക്കും വേണ്ടത് നിങ്ങളുടെ ഒരു ആശ്രയം തന്നെയായിരുന്നു. എന്നിട്ട് ഉദ്വേഗത്തോടെ തുഷാർ ചോദിച്ചു. നിന്റെ അമ്മ വന്നേനെ 100 വട്ടം, രാജ്മോഹൻ തമ്പി പറഞ്ഞു. എൻ്റെ കുഞ്ഞ് അന്ന് എനിക്ക് മുൻപിൽ നിന്ന് നീറിപ്പിടഞ്ഞ് കരഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. പക്ഷേ ആ ദ്രോഹി നിന്റെ അച്ഛൻ, അവൻ സമ്മതിച്ചില്ല. ഇവിടെ താമസിക്കാൻ പോയിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് തിരിഞ്ഞു കയറാൻ അവന് കനിവ് തോന്നിയില്ല.
അവളെയോ നിന്നെയോ അനുവദിച്ചതുമില്ല. വാശിയാണ് അവന്, ഞങ്ങളെ കൊല്ലാനുള്ള വാശി. കല്ലാണ് അവൻ്റെ മനസ്സ്, കല്ല്. സുധീന്ദ്രൻ തമ്പി അമർഷത്തോടെ പറഞ്ഞു. കൂട്ടിനാരുമില്ലെങ്കിൽ അച്ഛനും മകനും പോയി പെണ്ണ് കെട്ടാൻ അവൻ പറഞ്ഞു. തുളുമ്പിയേറ്റു വീണ കണ്ണീർ കവിളിൽ നിന്ന് തുടച്ച് സുധീന്ദ്രൻ തമ്പി പറഞ്ഞു. എൻ്റെ നന്ദിനി, എൻ്റെ കുഞ്ഞുങ്ങൾ ഇല്ല, അവർക്ക് പകരം മറ്റൊരു നന്ദിനി, അവൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ. എനിക്കത് വയ്യായിരുന്നു മോളെ. സങ്കടം, കണ്ണീരിൻ്റെ കഥകൾ തുഷാര വിസ്മയത്തോടെ കേൾക്കുകയാണ്. അമ്മയ്ക്കായി നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.